അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു 175 പ്ലം കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഓർഡർ. അന്ന് 150 ആയിരുന്നു. ഈ പ്രാവശ്യം 175 ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 150 അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെയും കുറേ ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് എങ്ങനെയാണ് പ്ലം കേക്കിന് ഓർഡർ നമ്മൾ ഹോം ബേക്കേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് എത്ര സാധനങ്ങൾ വേണം, കാരണം കൂടുതൽ ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനൊക്കെ വേണമല്ലോ, ഫ്രൂട്ട്സ്. അപ്പോൾ അത് ഞാൻ ഷോപ്പിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവർ സാധനങ്ങൾ കൊടുത്തു വിട്ട അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിതിൽ കാര്യമായിട്ട് കാണിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ്, നമുക്ക് ഇത്രയും കേക്കിന് എത്ര ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണമെന്നും ആ ഫ്രൂട്ട്സ് പെട്ടെന്ന് നമുക്ക് സോക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാമെന്നും ഇതിൽ കാണിക്കുന്നുണ്ട്. കേക്കിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ, കേക്കിൻ്റെ വീഡിയോ നെക്സ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ കാരമൽ ചെയ്യുന്നതും ഉണ്ട് ഈ വീഡിയോയിൽ, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ 5 കിലോ കാരമൽ നമ്മൾ ഒറ്റ ട്രിപ്പിൽ ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ അപാകതകളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ അതിൻ്റെ മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 3 ബോക്സാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ബോക്സിൽ മാർജറിനാണ്, ബാക്കി 3 ബോക്സാണ് അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഓറഞ്ചിൻ്റെ ക്രഷാണ് കേട്ടോ, 2 ഓറഞ്ചിൻ്റെ ക്രഷ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ക്രഷും പിന്നെ ഓറഞ്ച് ജ്യൂസിലാണ് നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നത്. പിന്നെ ഞാനിത് 5 ഇഞ്ചിൻ്റെ ഒരു ബോക്സ് ഞാൻ വാങ്ങിച്ചതാണ്. അത് ഞാൻ വേറെ ആവശ്യത്തിനാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ കുനാഫ ചോക്ലേറ്റിൻ്റെ മോൾഡാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് പരിപാടിന് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ അന്ന് ഞാൻ 2-3 പ്രാവശ്യം പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ് ബോക്സാണത്. പിന്നെ 5 ഇഞ്ചിൻ്റെ പാനാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4-5 പാന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിടെ 1 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ 1 കൊടുത്തു വിടാൻ പറഞ്ഞു. ഇത് കാരമലാണ്, ഷോപ്പിൽ നിന്ന് വാങ്ങണ കാരമലാണ് കേട്ടോ. നമുക്ക് നല്ല കളർ പ്ലം കേക്കിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ബ്ലാക്ക് റേസിൻസ് ആണ് കേട്ടോ. ഞാൻ 1 kg ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീട്ടിലും ഉണ്ട് കേട്ടോ റേസിൻസ്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇത് ചെറിയൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഇതാണ്, ടിന്നാണ്. അവിടെ മിൽക്ക് മെയ്ഡ് ചെറുതേ ടിന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മിൽക്ക് മെയ്ഡ് ചെറുത് കൊടുത്തു വിടാൻ പറഞ്ഞതാണ്. ഇതും റേസിൻസ് തന്നെയാണ് കേട്ടോ. ഞാൻ 3 പാക്കറ്റ് ഒരേ കളറാണ്, പിന്നെ 1 വേറെ കമ്പനീൻ്റെയാണ്. അപ്പോൾ അങ്ങനെ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട് റേസിൻസ്. പിന്നെ മാംഗോ, കിവി, മാംഗോ, സ്ട്രോബെറി, ഓറഞ്ചിൻ്റെ പീലാണ് 1. പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ ബദാമും ചോക്ലേറ്റ് പൊതിയാനുള്ള പേപ്പറാണ് കേട്ടോ, ഓറഞ്ച് കളർ. അതൊക്കെ ഞാൻ അല്ലാതെ കേക്കിന് നമുക്ക് വേറെ കേക്ക്സിന് ഓർഡർ ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കളറൊക്കെ കൂട്ടത്തിൽ പറഞ്ഞത്. പിന്നെ അത് ഓയിലാണ് കേട്ടോ, ഒരു ബോക്സ് ഓയിൽ കൊടുത്തു വിടാൻ പറഞ്ഞത്. ഞാൻ മാർജറിനും ഓയിലും കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഒന്നും കൂടി സോഫ്റ്റ് നമുക്ക് ഓയിൽ കൂട്ടുമ്പോഴാണ്. 7 കിലോ മൈദ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 5 കിലോൻ്റെ ഒരു വലിയ പാക്കറ്റും പിന്നെ 2 കിലോനും. ഇത് ഞാൻ 4 പീസാണ് ക്യാഷ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഞാൻ മുന്തിരിയാണ്, അത് മിക്സഡ് മുന്തിരിയാണ് കേട്ടോ. ഏലക്ക ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ. റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടി 3 കിലോനാണ് ടൂട്ടി ഫ്രൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് ബേക്കിംഗ് പൗഡറാണ്. ജാതിക്ക, ഇതൊക്കെ നമുക്ക് ഇതിക്ക് വേണ്ടത് തന്നെയാണ് കേട്ടോ, ഈ സാധനങ്ങളൊക്കെ. ഇനി നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ എത്ര ഫ്രൂട്ട്സ് വേണം നമുക്ക് നോക്കാം. ഇത് ചോക്ലേറ്റ്, കുനാഫ ചോക്ലേറ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് പൊതിയണ പേപ്പറാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ മാർജറിനും നമ്മൾ ഓയിലും വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കോഴിമുട്ട വേണം, പഞ്ചസാര ഞാനൊരു 10 കിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേറെ നമ്മളെ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 റോള് ബട്ടർ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അറ്റ് എ ടൈമിൽ 10 ടിന്ന് വെക്കുന്നുണ്ട് ഓവനിൽ. അങ്ങനെ ഞാൻ ബേക്ക് ചെയ്യൽ തുടങ്ങിയിട്ടില്ല. എന്താ പറയുക, എത്ര പ്രാവശ്യം ബേക്ക് ചെയ്തു എന്നൊക്കെ ഞാൻ കേക്കിൻ്റെ വീഡിയോ ഇടുമ്പോഴും ഞാൻ പറയാം.
കാരണം 175 ആണല്ലോ. അപ്പോൾ ഒരു ടൈമിൽ 10 ബേക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചില കേക്ക്സ് ഒന്നും നമുക്ക് ഇതിൽ കൊടുക്കാൻ കഴിയില്ല. കാരണം ചിലതൊക്കെ ഡാമേജ് ഉണ്ടാവും. ഡ്രീം കേക്കിൻ്റെ 2 ടിന്നാണ് ഇട്ടത്. അങ്ങനെ ഇനി നമുക്ക് ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണിത്. മിക്സഡ് കളറാണ് കേട്ടോ, എല്ലാ കളറും ഉണ്ട്. പിന്നെ അത് മുന്തിരി, അതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്. ഇതെല്ലാം കൂടി കയ്യിലുള്ളതെല്ലാം കൂടി 2 കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം തൂക്കം നോക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമുക്കൊരു കണക്ക് കിട്ടണമല്ലോ. ഇത് ഗോൾഡൻ റേസിൻസ് ആണ്. ട്യൂട്ടി ഫ്രൂട്ടിയും ഇതും എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. യെല്ലോ ട്യൂട്ടി ഫ്രൂട്ടിയും ഇതിന് കുറച്ച് പൈസ കൂടുതലാണ് യെല്ലോക്ക്. അപ്പോൾ ഇതെല്ലാം എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടി 2 കിലോന് 1,850 അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കിലോൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഇതെല്ലാം കൂടി ആദ്യം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ച് സോക്ക് ചെയ്യണത്. ഞാനൊരു 3 കിലോ ഓറഞ്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതും പിന്നെ നമ്മൾ കൊണ്ടുവന്ന ഓറഞ്ചിൻ്റെ ക്രഷും ഇതെല്ലാം കൂടി ഒഴിച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്താ പറയുക, 5-6 മാസമൊക്കെ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താൽ ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ നിന്നാണ് സാധാരണ ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കൽ. ഇത് 1 കിലോ റേസിൻസ് ഇട്ടു. അപ്പോൾ 2 കിലോ നമ്മൾ ആൾറെഡി വീട്ടിലുള്ളത് ഇട്ടു. ഇപ്പോൾ 1 കിലോ മിക്സഡ് മുന്തിരിയാണ് ഇട്ടത്. അങ്ങനെ 3 കിലോനായിപ്പോൾ. കാരണം ഇത് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കൽ റമ്മിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ ആൽക്കഹോളിലൊക്കെയാണ് ഇത് സോക്ക് ചെയ്യൽ. പക്ഷെ നമുക്കത് അലോഡല്ലല്ലോ. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസിലാണ് നമുക്ക് സോക്ക് ചെയ്യണത്. ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇപ്പോൾ 4 കിലോനായിട്ടോ സാധനം. അങ്ങനെ ആകുമ്പോൾ പിന്നെ കേക്ക് കേട് വരില്ല. കാരണം റമ്മിലൊക്കെ നമുക്ക് സോക്ക് ചെയ്താൽ അതൊരു പ്രിസർവേറ്റീവ് ആണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് കേട് വരില്ല. ഇതൊരു 1/2 കിലോനാണ് ട്യൂട്ടി ഫ്രൂട്ടി. ഇത് പിന്നെ കയ്യിലുള്ളത് തന്നെയാണ്. അപ്പോൾ 4.5 കിലോനായിപ്പോൾ. പിന്നെ 250 ഗ്രാമാണ്. ഇത് 1 കിലോന് തന്നെയാണ്. അപ്പോൾ 5.5 കിലോനായി. പിന്നെ 250 ഗ്രാം റേസിൻസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് നമ്മൾ ആദ്യം കുറച്ച് ഇട്ടതാണല്ലോ. ഇപ്പോൾ 4,750 ഇനി ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ഞാൻ ജിഞ്ചറിൻ്റെ പീലും ഓറഞ്ചിൻ്റെ പീലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് റേസിൻസ് ഇതിൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നത് 250ൻ്റെ പാക്കറ്റാണ്. അങ്ങനത്തെ 4 പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂടി ഇപ്പോൾ ഒരു 5 കിലോനായിട്ടുണ്ടാവും. ഇനി ബ്ലാക്ക് റേസിൻസ് ഓറഞ്ചിൻ്റെ പീലും ജിഞ്ചറിൻ്റെ പീലും കൂടി ഒരു 100-150 ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് രണ്ടും കൂടി മിക്സ് ആക്കി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ പീൽ എനിക്ക് ഒരു 1 kgൻ്റെ പാക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാൻ അത് വാങ്ങിച്ച് പോന്നു. അത് നമുക്ക് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ പിന്നെ മഞ്ചേരി പോയപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന ഷോപ്പിലുണ്ടായിരുന്നില്ല. അവർ കൊടുത്തു വിട്ടപ്പോൾ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല പാടാണ് കേട്ടോ. ഇത്രയും ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക എന്നൊക്കെ പറയണത് കുറച്ച് പാടുള്ള സംഭവം തന്നെയാണ്. കാരണം ഈ ഫ്രൂട്ട് കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ മുന്നുള്ള പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ട് കൂടിയത്. പിന്നെ ഇത് ഞാനിട്ട ഈ പാത്രത്തിൽ ഇത് സോക്ക് ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ പിന്നെ ഒരു 5 കിലോ ബിരിയാണി വെക്കണ ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിലാണ് ഞാൻ ഈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണത്. ഓറഞ്ച് പീലാണ് കേട്ടോ. പറഞ്ഞല്ലോ ടോട്ടൽ ഒരു 6 കിലോൻ്റെ അടുത്ത് വരും ഫ്രൂട്ട്സ് എല്ലാം കൂടി. ഒരു 5.5-5.25 എന്തായാലും ഉണ്ടാവും. കാരണം പിന്നെ ഇത് മാംഗോ, കിവി, പൈനാപ്പിൾ, പപ്പായ, ഇതാണ് കേട്ടോ ജിഞ്ചറിൻ്റെ പീല്. ജിഞ്ചറിൻ്റെ പീലല്ല, ജിഞ്ചർ ഉണക്കിയിട്ട് ഷുഗറൊക്കെ ഇട്ടിട്ട് വിളയിച്ചതാണിത്. രണ്ടും കൂടി ഒരു 200 ഗ്രാമിൻ്റെ 100-150 ഗ്രാമിൻ്റെ അടുത്ത് വരും. മാംഗോ ഉണ്ട്, പപ്പായ ഉണ്ട്, കിവി ഉണ്ട്,
സ്ട്രോബെറി, പിന്നെ ഫിഗൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കൂടി ഒരു 450 ഗ്രാമിൻ്റെ അടുത്ത് വരും ഈ മിക്സഡ് ഫ്രൂട്ട്സ്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം ഒരു 5.5 കഷ്ടി 6 കിലോൻ്റെ അടുത്ത് എന്തായാലും ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പാത്രം ഫുള്ളായി. അപ്പോൾ പിന്നെ 5 കിലോ ബിരിയാണി വെക്കണ ചെമ്പ് മാറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി. നമുക്കിത് വിളയിച്ച് വെച്ചാൽ എന്താ പറയുക, ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ വെള്ള ഈർപ്പമയൊക്കെ കളഞ്ഞിട്ട് കുക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് ഫ്രീസ് ചെയ്താൽ മതി. ഒന്നും ആവില്ല കേട്ടോ. ഞാൻ പറയല്ലോ 3 കിലോ ഓറഞ്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രഷും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു ഞാൻ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് വെള്ളത്തിൻ്റെ ടേസ്റ്റ് വരും. അങ്ങനെ ഇത് ഒരു ദിവസം ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം ഫുള്ള് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റത്തെ ദിവസമാണ് ഞാൻ പിന്നെ ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് കുക്ക് ചെയ്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വലിയ ചെമ്പ് നമുക്ക് ഗ്യാസിൽ വെക്കാൻ പറ്റില്ല. നമ്മൾ കിച്ചണിലുള്ള പുറത്ത് വലിയ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. ഞാൻ അച്ചാറൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്ത് വലിയ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഇത് കുക്ക് ചെയ്യണത്. ഇതാണ് കേട്ടോ മാംഗോ, സ്ട്രോബെറി, കിവി, ഫിഗാണ് കേട്ടത്. അങ്ങനെ പിന്നെ ബ്ലൂബെറി ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക്ബെറിക്ക് കുറച്ച് പൈസ കൂടുതലാണ്. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനൊരു ദിവസം ഫുള്ള് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5 കിലോ പഞ്ചസാര ഞാൻ ഒരുമിച്ചാണ് കാരമൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാൻ കൂടുതൽ പഞ്ചസാര ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിച്ചപ്പോൾ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ പിന്നെ തവിയിലും അങ്ങനെയൊക്കെ ചട്ടകത്തിലൊക്കെ ഒട്ടി എന്താ പറയുക, കുറച്ച് പാടായി. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടോ. നമ്മൾ ശരിക്കും ഷുഗർ കാരമൽ ചെയ്യാൻ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് കുറേ നേരം വെച്ചാൽ അത് അതിൻ്റെ അരികിൽ നിന്നൊക്കെ അങ്ങനെ കാരമലായി വരും. വേണമെങ്കിൽ പാത്രം കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഞാനൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞാനിത് കാരമലായി കിട്ടാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത്രയും സമയം നമ്മളിത് പോയി. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു. കുറേശ്ശെ ആണെങ്കിൽ ഞാൻ ഒറ്റ ടൈമിൽ ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ഗ്യാസ് സ്റ്റൗവിൽ ഞാൻ ഇതിനൊരു എന്താ പറയുക 5 ലിറ്റർ വെള്ളം ഞാൻ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് എന്താ പറയുക, ഒന്ന് കുറുകി വരണം. 5 ലിറ്റർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, 3 ലിറ്ററാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് കുറുകി വരണമല്ലോ. പക്ഷേ ഈ ചെമ്പ് വലിയ വലിപ്പമില്ലാത്ത കാരണം ഒന്നാകെ തെറിച്ചിട്ടോ. എൻ്റെ മേൽക്കായില്ല, ചുമരും ഫ്ലോറും ഗ്യാസ് സ്റ്റവും ആകെ എന്താ പറയുക, കുറേ സമയത്ത് പിന്നെ പാടുപെട്ട് ഞാനിതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ. കണ്ടോ ഗ്യാസ് സ്റ്റവിൻ്റെ അവിടെയൊക്കെ ആകെ പൊട്ടിത്തെറിച്ച്. പിന്നെ വീഡിയോ ഞാൻ ഓഫാക്കുക ചെയ്തത്. അപ്പോൾ എപ്പോഴും കാരമൽ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ വലിയ ചെമ്പ് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കാരമലിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കിലോ വെച്ചിട്ട് ചെയ്താൽ മതി. എന്നാൽ പിന്നെ അത്രയും പ്രശ്നം വരില്ല. അപ്പോൾ എനിക്കൊരു പാടായി അത്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 3-4 പ്രാവശ്യമായിട്ടാണ് കാരമൽ ചെയ്തെടുത്തത്. അന്ന് പിന്നെ എൻ്റെ അടുത്ത് മോളുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് കാരമൽ ചെയ്തത്. ഇപ്രാവശ്യം അവളൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെയല്ലേന്ന് വിചാരിച്ച് ഞാൻ ഒറ്റ ടൈമിൽ ചെയ്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് ഞാൻ പിറ്റത്തെ ദിവസമാണ് കണ്ടോ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ജ്യൂസിൽ കടന്ന് നല്ല ജ്യൂസൊക്കെ കുടിച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ പുറത്തെ ഗ്യാസ് സ്റ്റവ് വലിയ ഗ്യാസ് സ്റ്റവാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ ഇളക്കാൻ പറ്റാത്ത കാരണം ഞാൻ കുറച്ച് കോരി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ രണ്ടും കൂടി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. നല്ല ചൂടായതിൻ്റെ ശേഷമാണ് കോരി എടുത്തത് കേട്ടോ. പിന്നെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് പിന്നെ രണ്ടും കൂടി മിക്സാക്കി എടുക്കുക ചെയ്തത്. കാരണം ഒരുപാട് ഫ്രൂട്ട്സ് ഉള്ള കാരണം ഇളക്കാൻ പറ്റണ്ടേ. പിന്നെ വെള്ളത്തിൻ്റെ ഈർപ്പമയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നല്ലോണം ഡ്രൈ ആവണ്ട കേട്ടോ. പിന്നെ കോരി വെച്ച ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി ഇളക്കി ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. നല്ല ചൂടാറിയിട്ടാണ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കേക്ക് പിന്നെ ബേക്ക് ചെയ്യൽ തുടങ്ങിയത്. കേക്ക് ബേക്ക് ചെയ്തെടുത്താണിട്ടത്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കേക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക കൊമേഴ്ഷ്യലായിട്ട് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കേക്ക് വന്നാൽ ചെയ്യാമെന്നൊക്കെ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രക്കുള്ളിട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും.
പിന്നെ നമ്മൾ ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൽ നമ്പർ കൊടുക്കുക, കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.